ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് പന്തീരങ്കാവ് മുതൽ രാമനാട്ടുകര വരെയുള്ള NH 66 കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ പന്തീരങ്കാവ് ഏറ്റവും കൂടുതൽ ഈ റോഡ് ബ്ലോക്ക് വരുന്ന ഗതാഗത കുരുക്ക് വരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ആയിരുന്നു ഇപ്പോൾ ഒരു അണ്ടർപാസ് ഉണ്ടായത് കേട്ടോ. ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന സൈഡിലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ രണ്ട് ഭാഗത്തും ഈ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ തിരിച്ചു വിട്ടിട്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. നമ്മളിനി പോകുന്നത് അറപ്പുഴ പാലം ആ ഭാഗത്തേക്കാണ്. ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് വർക്ക് കഴിഞ്ഞു, ഇനി മറ്റേ 6 വരി പാതയുടെ വർക്കുകളാണ് ഈ ഭാഗത്തൊക്കെ നടക്കുന്നത്. ഇവിടെ നമ്മൾ കൊടൽനടക്കാവ് കഴിഞ്ഞിട്ട് ഒരു മിനി വെഹിക്കിൾ അണ്ടർപാസ് വന്നിട്ടുണ്ട്. ആ ഭാഗത്തുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു സൈഡിൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്, മറുവശത്തുള്ള മിനി വെഹിക്കിൾ അണ്ടർപാസിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അറപ്പുഴ പാലം എത്തുന്നതിൻ്റെ മുന്നേ. അപ്പോൾ അവിടെ ഈ അയിഞ്ഞിൽ അണ്ടർപാസും പന്തീരങ്കാവ് ഓവർപാസ് അണ്ടർപാസും ഇടയിൽ പെട്ടെന്ന് യൂട്ടൺ ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു മിനി വെഹിക്കിൾ അണ്ടർപാസ് ഈ കൊടൽനടക്കാവിൻ്റെയും അറപ്പുഴ പാലത്തിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് അറപ്പുഴ പാലത്തിൻ്റെ ഒരു സൈഡിലാണ് ഇപ്പോൾ 3 വരി പാത വരുന്നത്. അതിൻ്റെ ഫില്ലറുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ ഗട്ടറുകൾ സ്ഥാപിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ രവീസ് റിസോർട്ട്, പഴയ കടവ് റിസോർട്ടിൻ്റെ 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടത്. 5 സ്റ്റാർ റിസോർട്ട് ലെഫ്റ്റ് സൈഡിൽ, മലപ്പുറം ജില്ലയിലുള്ള ഒരു 5 സ്റ്റാർ റിസോർട്ട്. നമ്മുടെ അവിടെ നടക്കുന്ന ആ ബ്രിഡ്ജിൻ്റെ വർക്കൊന്ന് താഴെ പോയി കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അറപ്പുഴ പാലം ആ 8 തൂണുകളുടെ ഫില്ലറുകളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്യൂർ ക്യാപ്പിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ നടന്നത്. ഇനി അതിൻ്റെ മേലെ കട്ടറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ ക്രെയിനൊക്കെ വന്ന് എത്തി അതിനുള്ള സജ്ജീകരണവും കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും കുറച്ച് മണ്ണ് ഈ പുഴയിലേക്ക് ഇറക്കി ഇട്ടിട്ടാണ് ഇവർ ഈ വർക്ക് തുടങ്ങിയിട്ട്. ഇനി ആ മണ്ണ് കോരുമായിരിക്കും. രാമനാട്ടുകര മുതൽ അറപ്പുഴ പാലം വരെ ഉള്ള വർക്കുകൾ ഏകദേശം അയിഞ്ഞിലം അണ്ടർപാസിൻ്റെ വർക്കും ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ അയിഞ്ഞിലം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്രോച്ച് റോഡ് അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞു. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും ഇവിടെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് പ്രവൃത്തികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അണ്ടർപാസും അപ്രോച്ച് റോഡും ബന്ധിപ്പിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് ഫറൂഖ് കോളേജ് ഭാഗവും ലെഫ്റ്റ് സൈഡ് എടവണ്ണപ്പാറ ഊർക്കടവ് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ തന്നെയാണ് ഇത്. അവിടെയാണ് ഈ അണ്ടർപാസ് വന്നത്. അണ്ടർപാസിൻ്റെ വർക്കൊക്കെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ അണ്ടർപാസിൻ്റെ ഈ വർക്ക് കഴിഞ്ഞാൽ രാമനാട്ടുകര മുതൽ അറപ്പുഴ പാലം വരെയുള്ള
NH66 ദേശീയപാതയിലെ ഈ ഒരു 4-5 കിലോമീറ്ററുള്ള വർക്കുകൾ ഏകദേശം കഴിയും. നല്ല അണ്ടർപാസിൻ്റെ അടിഭാഗമാണത്. ആ ഫറോക്ക് കോളേജ് ഭാഗത്തു നിന്ന് വരുന്ന ആ ജംഗ്ഷൻ ബ്ലോക്ക് കട്ടകൾ വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവന്ന് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി രാമനാട്ടുകര ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ രാമനാട്ടുകരയും ഫ്ലൈ ഓവറിൻ്റെയും ഈ ഐനിലം അണ്ടർപാസിൻ്റെ ഇടയിൽ ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ യൂ ടേൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു മറുദിശയിലേക്ക് കിടക്കാനുള്ള ഒരു ചാൻസ് ഒന്നും ഇല്ല കേട്ടോ. ഒന്നുകിൽ ഐനിലം വന്നിട്ട് തിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ രാമനാട്ടുകര എത്തണം. 2 കിലോമീറ്റർ. അതിനിടയിൽ വലിയൊരു ജംഗ്ഷൻ, അവിടെ പാറമ്മൽ ജംഗ്ഷനൊക്കെ വരുന്നുണ്ട്. അവിടെ ഒന്നും ഒരു അണ്ടർപാസ് കൊടുത്തില്ല. രാമനാട്ടുകര ഫ്ലൈ ഓവർ വർക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾക്ക് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ മെറ്റലിങ് കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ വർക്കും കൂടി ഇവിടെ കഴിഞ്ഞാൽ ഇടിമുഴിക്കൽ മുതൽ ഐഞ്ഞിലം വരെയുള്ള ഏകദേശം ഒരു വർക്കുകളൊക്കെ NH66 ദേശീയപാതയുടെ വർക്കുകളൊക്കെ കഴിയും. 2 ഭാഗത്തും ഈ 2 ഭാഗത്തുള്ള സർവീസ് റോഡുകളുടെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.